ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഖത്തറിലെ ഉംസേദ് കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ദോഹയിൽ നിന്ന് ഏകദേശം ഒരു 35-36 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഉംസേദിലേക്ക്. കുറച്ച് ദൂരമുണ്ട്, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു സൈഡിൽ മരുഭൂമി, ഒരു സൈഡിൽ കടലൊക്കെ. അപ്പോൾ അവിടുത്തെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ യുംസേദ് പോണത്, അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് ഇട്ടിട്ടുള്ളത്. കാണാൻ ഇഷ്ടമുള്ളവർ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെയുള്ള ഒട്ടകം, മരുഭൂമി, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ സൈഡിൽ കാണുന്നതൊക്കെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ ഒക്കെ ഇതാണ്, ഒരു ടാങ്കാണ് തോന്നുന്നു കേട്ടോ. അത് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയില്ല, അതും എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്. ഇതാ കണ്ടില്ലേ, ഏകദേശം അവിടെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 4 മണി നേരത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ രാവിലെ തന്നെ ഇറങ്ങാനൊന്നും പറ്റില്ല, കാരണം നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വൈകുന്നേരം നേരം നോക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ ഒരു സൈഡിൽ ഇങ്ങനെ മരുഭൂമിയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒന്നും കൂടെ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ മുമ്പും ഇതേമാതിരി ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്, നൈറ്റ് ബാർബിക്യൂ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ജസ്റ്റ് പോയിങ്ങായിട്ട് പോരാണ് കേട്ടോ ചെയ്തത്. അതുപോലെ ആ കാണുന്നത് മൊത്തം ക്യാരവാനാണ് കേട്ടോ. ഈ തണുവ് സീസണിലൊക്കെ ആൾക്കാർ റെൻറ്റിന് എടുത്തുങ്ങായിട്ട് അവിടെ സ്റ്റേ ചെയ്യും. കൂടുതലും അറബിക്സാണ് കേട്ടോ അങ്ങനെ നിൽക്കാറുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളൊരു വട്ടം ഇൻലാൻഡ്, അതായത് മരുഭൂമി കൂടെയൊക്കെ ഇറങ്ങിപ്പോയിട്ട് ഉള്ളിൽ തന്നെയായിട്ടൊരു കടലുണ്ട്, അവിടെ ഒരു ദിവസം ഫുള്ള് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ ഫുള്ള് കടലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബാർബിക്യൂ ഒക്കെ അടിച്ചിങ്ങായിട്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇൻലാൻഡ് ഒന്നും പോയിട്ടില്ല കേട്ടോ, ഉംസേദ് മാത്രം പോയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയിട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടകത്തിൻ്റെ ഒക്കെ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. അവിടെ ഒട്ടകത്തിൻ്റെ സവാരി, അതുപോലെ തന്നെ കുതിര സവാരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ. അതുപോലെ ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷിൻ്റെ, അതിനെ കൈമിലിരുത്തിങ്ങാണ്ട് നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളും ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് കേട്ടോ അവിടെ. ഇതാ കണ്ടില്ലേ, ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. ചെറിയ കുതിരകളില്ലേ, അതുമ്പോൾ കുട്ടികളെ ഇരുത്തിങ്ങായിട്ട് എത്രയോ റിയാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ട് അവർ കൊണ്ടുപോകും. പിന്നെ ഇതാ കണ്ടില്ലേ, ഒരുപാട് ഒട്ടകങ്ങളുണ്ട് കേട്ടോ അവിടെ. നമുക്ക് അതുമിൽ ആ ഒട്ടകത്തിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് വേണമെങ്കിൽ ഒരു റൗണ്ടൊക്കെ പോയി വരാൻ പറ്റും. അതുപോലെ മരുഭൂമിയുടെ മുകളിലേക്ക് ഇതിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് ഇത് കൊണ്ടുപോകണുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ചെറിയ പേടിയുള്ളതുകൊണ്ട് തന്നെ അതിന് മുതിർന്നിട്ടുണ്ടായിരുന്നില്ല, ഇതിൻ്റെ പുറത്ത് കയറാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒട്ടകങ്ങളുടെ ഒക്കെ വായ ഒരു കവർ, ഒരു ഇത് വെച്ചിങ്ങായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം ഇതൊന്നും ചെയ്യൂല, പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ പേടിയാവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണുണ്ടപ്പോൾ ഈ ആളെൻ്റെ അടുത്ത് ഒരെണ്ണത്തിനെ തന്നിങ്ങായിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അതിനെ പിടിച്ച് നടന്നോളാൻ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് മേടിച്ചില്ല. പിന്നെ അതാ ഇതുപോലെയൊക്കെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
കണ്ടില്ല, ആ മുകളിൽ നിന്ന് ആൾക്കാർ ഇരുത്തിങ്ങാനിട്ട് ഒട്ടകങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതായി ഒരു പക്ഷിനെ കണ്ടില്ലേ, ഇതിൻ്റെ പേര് ഫാൾക്കൺ എന്നാണ് കേട്ടോ. അതിൻ്റെ കണ്ണ് കെട്ടി വെച്ചിട്ടാണ് ഉണ്ടാവുക. ഇതാ കണ്ടില്ലേ, ഈ പക്ഷിയുടെ കണ്ണ് അവർ കെട്ടി വെച്ചിട്ടാണ് ഉണ്ടാവുക. അത് എന്തിനാണെന്നറിയില്ല. പിന്നെ ഇതാ ഇവിടെ 2 എണ്ണം ഉണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണ് കെട്ടി വെച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ കാലവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും കൂടുതൽ അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇതാ കണ്ടില്ലേ, അതിൻ്റെ മുകളിലൂടെ ഒട്ടക സവാരി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് ബീച്ചുള്ളത്. കുറച്ചെന്ന് വെച്ചാൽ അധികമൊന്നുമില്ല കേട്ടോ, ഒരു ഇത്തിരിക്കോളം ഉള്ളൂ. ബീച്ചിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിനുള്ളിൽ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ആൾക്കാർ അവിടെ ബാർബിക്യൂ ചുടലും അതുപോലെ തന്നെ അവർ അവിടെ ബീച്ചിൽ കുളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് എൻ്റർടൈൻമെൻറ്റിന് വന്നിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അവരുടെ ഒരു പ്രൈവസി പോയി പോകും. ചിലപ്പോൾ അവരിൽ നിന്ന് നല്ല കേൾക്കുകയും ചെയ്യും. പിന്നെ കുട്ടികളൊക്കെ ഫുള്ള് കഴുത്തോളറ്റാനായിട്ട് ആ വെള്ളത്തിലുണ്ടാവും. അത് ചിലപ്പോൾ വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബീച്ചിലൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ ശരിക്കും വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർബിക്യൂ അടിക്കാനുള്ള ഒരു ഇതിലും അതുപോലെ തന്നെ നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഇതിലാണ് കേട്ടോ വരേണ്ടത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്ന് പോണത്. സാധാരണ ചെയ്ത് വരുമ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങാനും അതുപോലെ തന്നെ അവിടെ ബാർബിക്യൂ അടിക്കാനും അങ്ങനെയുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് വരാറുള്ളത്. ഏകദേശം വെളുപ്പിനൊക്കെ ആവണ ഒരു സമയത്താണ് തിരിച്ചു പോവാറുള്ളത്. പിന്നെ ഇതാ കണ്ടില്ലേ, അത് ലൈറ്റ് അല്ല കേട്ടോ, അത് തീയാണ്. അങ്ങനെ ഒരുപാട് ഉണ്ടായൊരു ഭാഗത്ത് അത് എന്തോ വേസ്റ്റ് കത്തിച്ചിട്ട് മുകളിലേക്ക് കളയുന്നതാണ് കേട്ടോ ആ ഒരു സംഭവം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ രാത്രികൾക്കുള്ള ഫുഡും പാഴ്സലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.